എന്താണിത്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സാർ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്. സോ here we go. So we were talking about modeling techniques, different types of modeling techniques. So modeling techniques നമ്മൾ IDEF എന്ന് പറയുന്ന ഇൻകാം ഡെഫിനിഷൻ അല്ല ഐക്യാം ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ എന്താന്ന് പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് വി വെന്റ് ഫോർ എ GRAI മോഡലിംഗ് മെത്തേഡ്. GRAI മോഡലിംഗ് മെത്തേഡിലാണ് നമ്മൾ ജസ്റ്റ് നിർത്തിയത് അല്ലെ. എന്താണ് GRAI മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞത്? സോ GRAI മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വൺ ഓഫ് എ മോഡലിംഗ് ടെക്നിക്. അതിന് ഫുൾ നെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്സ് വിത്ത് റിസൾട്ട് ആൻഡ് ആക്ഷൻ ഇന്റർ റിലേറ്റഡ് എന്നാണ് അല്ലെ. സോ ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. GRAI എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഓപ്പറേഷൻ അല്ലെ, ഓപ്പറേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആക്ടിവിറ്റി, പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ കമ്പനിയും കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഈ ഒരു മോഡലിംഗ് മെത്തേഡ് ടെക്നിക്ക് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു മോഡലിംഗ് ടെക്നിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ സബ് ഡിവൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്, GRAI ഗ്രിഡും GRAI നെറ്റും. ഓക്കെ, GRAI ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ദം. GRAI നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് explains the input, output and the conditions of a decision making system അല്ലേ. അതായത് ആദ്യത്തെ പാർട്ട് ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷനും അതിന്റെ റിലേഷനും ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് അതായത് നെറ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടം ടു അപ്പ് ആക്ടിവിറ്റിയാണ്. അതായത് ഓപ്പറേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, കണ്ടീഷൻസ്, ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പം മോർ ദാൻ ഇതിനെപ്പറ്റി പറയുന്നതാണെങ്കിൽ GRAI ഗ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളാണ്. ഓക്കെ, വിച്ച് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, വിച്ച് കൺസിസ്റ്റ് ഓഫ് റോസും കോളംസും ഉള്ള ഒരു ടേബിൾ ആണ് ഗ്രിഡ് എന്ന് പറയുന്നത്. അതായത് അതിൽ കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഡിവിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത്. റോ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈമിങ്, അതായത് ഏത് അഡ്ജസ്റ്റബിൾ പീരീഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ ഇത്ര വാലിഡ് ടൈം എടുത്തു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ ചെയ്യുന്നത്. അപ്പം അതൊരു ചെറിയൊരു ടേബിൾ ആണ് വിച്ച് റെപ്രസെന്റ്സ് 2 തിങ്സ് ലൈക്ക് എന്താണ് ഡിസിഷൻ അല്ലെ, ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ എന്താണ്, ആ ഫംഗ്ഷന് വാലിഡ് ഓർ അഡ്ജസ്റ്റബിൾ ടൈം പീരീഡ് അല്ലെ, അഡ്ജസ്റ്റബിൾ പീരീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, വാലിഡ് അല്ലെങ്കിൽ എത്ര പീരീഡ് എടുക്കും എന്നൊക്കെ പറയുന്നില്ല. സോ ദ റോ ഇസ് ദാറ്റ്. ഓക്കെ, അപ്പം ഇതൊരു റെക്ടാങ്കിൾ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സാധാരണ ഒരു കോളം, റോസ് ആൻഡ് കോളംസ് ഉണ്ടാവില്ലേ, അതാണ് GRAI ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GRAI നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗ്രാഫിക് ടൂൾസ്. ഓക്കെ, ഗ്രാഫിക് ടൂൾസ് അതായത് ഓരോ സെന്ററും, അതായത് ഈ പറയുന്ന ഓരോ സെന്ററും റെപ്രസെന്റ് ചെയ്യാനുള്ള ഗ്രാഫിക് ടൂളാണ്. വിച്ച് യൂസസ് ഡിഫറെന്റ് ഷേപ്സ് ലൈക്ക് റെക്ടാങ്കിൾ, സർക്കിൾ, ആ ഒരു രീതിയിലുള്ള ഡിഫറെന്റ് റൗണ്ടഡ് റെക്ടാങ്കിൾ, ഈ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെപ്രസെന്റ് ചെയ്യുക. അത് ഓരോ ഷേപ്സിനനുസരിച്ച്, ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഓരോ ഷേപ്സ് ഉണ്ടാവും. സോ എ ഗ്രിഡ് നെറ്റ് എക്സ്പ്രസസ് ദ ഫോർമേഷൻ ഓഫ് വർക്ക് ഫോർ ഈച്ച് ഡിസിഷൻ മേക്കിംഗ് സെന്റർ. ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സെന്റർ മാത്രം എടുത്തു എന്ന് വിചാരിച്ചോ, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സെന്ററിൽ അത് ഓരോ ഡിസിഷൻ മേക്കിംഗ് സെന്ററിന്റെയും ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ GRAI നെറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, അതായത് ഇപ്പം ഒറിജിനൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അതിൽ എന്തൊക്കെ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ഡിഫറെന്റ് ടൂൾസ്, ആൻഡ് വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട്. ആ ഒരു രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ വി വിൽ യൂസ് ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ്. നിങ്ങളിപ്പം CPP ഇല്ലേ, C++ പഠിക്കുന്നില്ലേ, റൈറ്റ്? അപ്പൊ അതില് നിങ്ങൾ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കുന്നില്ലേ, ഫ്ലോ ചാർട്ട്. അതായത് ഇപ്പൊ നമ്മള് കണ്ടീഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു റെക്ടാങ്കിള്, ആ ഒരു രീതിയിൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പൊ സ്റ്റാർട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഓവൽ ഷേപ്പ് ആണ് അല്ലെ. നിങ്ങൾ ജസ്റ്റ് അറിയാലോ എങ്ങനെയാണ് ഇപ്പൊ ഓരോന്നിനും
ഓരോ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചിലത് റെക്ടാംഗിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചിലത് സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചിലത് എന്താ സൈഡ് ചെരിഞ്ഞിട്ടുള്ള അല്ലെ ഒരു സ്ക്വയർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വിത്ത് ആരോസ് വി വിൽ മാർക്ക് ദ ഫ്ലോ ചാർട്ട് അല്ലെ, കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട്. ഒരു പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും അല്ലെ, നമുക്ക് പ്രോഗ്രാം ആയിട്ട് എഴുതാൻ പറ്റും, അത് കൂടാണ്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതാൻ പറ്റും. റൈറ്റ്, നമ്മള് ഡു വൈൽ ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ അല്ലെ. അപ്പൊ അതുപോലെ ഒരു ടോട്ടൽ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. ആ സിസ്റ്റത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നേ ഡിസിഷൻ ഇന്നേ അഡ്ജസ്റ്റബിൾ ടൈം പീരീഡ്, അത് കോളം റോ റെപ്രസെന്റേഷനെയാണ് GRI ഗ്രിഡ് എന്ന് പറയുന്നത്. GRI നെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ ടൂളാണ്. അതായത് ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. സോ ദാറ്റ് മീൻസ് GRI നെറ്റ് is a graphic tool which represent each center. ഇപ്പം ഒരു ഡിസിഷൻ മേക്കിംഗ് സെന്റർ ഉണ്ട്, പിന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് സെന്റർ ഉണ്ട്. അങ്ങനെ ഓരോ ഡിസിഷൻ മേക്കിംഗ് സെന്ററും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക, ഗ്രാഫിക്സ് ബൈ യൂസിങ് എ ഗ്രാഫിക് ടൂൾ. അതിനെയാണ് GRI നെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് യൂസസ് ഡിഫറെന്റ് ഷേപ്സ് ലൈക്ക് റെക്ടാംഗിൾ, സർക്കിൾ, റൗണ്ടഡ് റെക്ടാംഗിൾസ് എക്സെട്ര. ഓക്കെ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് ഈ ഷേപ്സ് യൂസ് ചെയ്യുന്നു. അതാണ് ശരിക്കും ഒരു GRAI നെറ്റ്വർക്കിൽ സംഭവിക്കുന്നത്. സോ GRAI ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസും ഉണ്ട്, GRAI എക്സിക്യൂട്ടീവ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പം ഇതിൽ എങ്ങനെയാണ് ഓരോതിലും സംഭവിക്കുന്നത് എന്നുള്ള ഗ്രാഫിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ GRI നെറ്റ് എന്ന് പറയുന്നത്. GRI ഗ്രിഡ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ടേബിൾ വെച്ചിട്ട്, ടേബിൾ GRI ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്, ആൻഡ് കോളംസ് റെപ്രസെന്റ്സ് ദ ഈച്ച് ഫങ്ഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ആൻഡ് റോ റെപ്രസെന്റ് ടൈമിംഗ്. ഓക്കെ, അതാണ് സംഭവം. അപ്പം ഞാൻ ലാസ്റ്റ് GRI മോഡലിംഗ് സ്ട്രക്ചറിൽ കാണിച്ചത് പോലെ, ഹോപ്പ് യു റിമെമ്പർ അല്ലെ, ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും, ദെൻ മോഡലിംഗ് ദിസ് ഓർഗനൈസേഷൻ ടീം, പിന്നെ സ്റ്റഡിയിങ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ലൈക്ക് ഫോർമേഷൻ ഓഫ് GRI നെറ്റ് ആൻഡ് GRI ഗ്രിഡ് വിൽ ബി ദെയർ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ എക്സാമിൻ ദ റിസൾട്ട്സ്. റൈറ്റ്, പിന്നെ വീണ്ടും ഒരു ഓൾറെഡി ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിന് ഫർദർ ആയിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ട് ചെയ്യണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. Then after that we will change the old system, or we will redesign, or we will initialize a new system by establishing this GRI grid and GRI net. Okay, so that is the GRI modeling structure എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, ആ ഒരു സംഭവം ഓർമ്മയില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ലേ, റിമെമ്പർ അല്ലേ? GRI GRI മോഡലിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോഡലിംഗ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത്. റൈറ്റ്, ദിസ് വൺ അല്ലേ? റൈറ്റ്, ഇതാണ് നമ്മുടെ കാര്യം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനീഷ്യലൈസേഷൻ, മോഡലിംഗ് ഓർഗനൈസേഷൻ, ദെൻ അനാലൈസിങ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. റൈറ്റ്, ആഫ്റ്റർ ദാറ്റ് വി വിൽ ട്രാൻസ്ഫോം ദ ഓൾഡ് സിസ്റ്റം or initialize the new system by establishing this GRI grid and GRI net. Okay, right, now we will go to the next one, Petri net modeling method. Okay, Petri net modeling method ennu parayunnathu, it is also known as place transition net, PT net. Okay, PT, Petri net modeling method. Okay, Petri net modeling method എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടൂൾ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടൂൾ വിച്ച് ഡിസ്ക്രൈബ്സ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് കാണിക്കാൻ വേണ്ടി ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടൂൾ. ഓക്കെ, സോ ഇതൊരു ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിന് സിമിലർ ആയിട്ട് വരും. Okay, it is similar to the data flow diagram. Okay, ഒരു ഗ്രാഫിക്കൽ ടൂൾ ആണെന്നുണ്ടെങ്കിലും it is similar to the data flow diagram. Okay, അപ്പം ആൾജിബ്രിക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് 3 components ആക്ച്വലി. കോമ്പോണൻസ് എന്ന് പറയുന്നത് പ്ലേസസ്, ട്രാൻസിഷൻസ്, ആർസ്. ഓക്കെ, പ്ലേസസ്, ട്രാൻസിഷൻ, ആർസ്. സോ ഇതിനെ നമ്മൾ ഓരോ ഷേപ്പിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് സർക്കിൾ ആയിരിക്കും. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് ദാറ്റ് റെപ്രസെന്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ,
എവിടെയാണ് സ്റ്റേറ്റ്സ് ഓഫ് ദി സിസ്റ്റം. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചേഞ്ചസ് അല്ലെ, ചേഞ്ചസ് ഓഫ് ദി സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിന്റെ ഓരോ ചേഞ്ചസ് കാണിക്കുന്നത് റെക്ടാംഗിൾ വെച്ചിട്ടാണ്. ദെൻ ദിസ് വിൽ കണക്ട് വിത്ത് ആരോസ്, ദാറ്റ് ഈസ് നോൺ ആസ് ആർക്സ്, റൈറ്റ്? സോ ഒരു പ്ലേസും ഒരു ട്രാൻസിഷനും കണക്ട് ചെയ്യുന്നത് ആർക്ക് വെച്ചിട്ടാണ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിൾ ഒരു റെക്ടാംഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റിലേഷൻസ് കണക്ട് ചെയ്യുന്നത് ഒരു എയറോ വെച്ചിട്ടായിരിക്കും അല്ലേ, അതുപോലെ. ഓക്കെ, സോ കാര്യം മനസ്സിലായിട്ടില്ലേ എന്താ ഉദ്ദേശിച്ചത്? ജനറലി എന്താണ് ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഈ ഒരു പെട്രി നെറ്റ് മോഡലിംഗ് എന്ന് പറയുന്നത് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്നാണ് പറയുക. ഓക്കെ, ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിനെ പോലെ തന്നെയാണ്. അതായത് അതിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്, പക്ഷെ ഇതിൽ നമുക്ക് ഇപ്പൊ ഒരു സെറ്റ് അല്ലെ, ഒരു സെറ്റ്, അതിന്റെ കുറച്ച് ആൽജിബ്രിക് ഇക്വേഷൻസ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെട്രി നെറ്റ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, റൈറ്റ്. സോ ശരിക്കും പെട്രി നെറ്റ് മോഡലിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഇറ്റ് ഈസ് divided into two types actually. One is general Petri net model and second one is timing Petri net model. Okay, general Petri net model ഉണ്ട്, timing Petri net model ഉണ്ട്. രണ്ടും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് പെട്രി നെറ്റ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ടൈം ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ടൈമിംഗ് പെട്രി നെറ്റ് മോഡൽ നമുക്ക് തരുന്നത്. പക്ഷേ ജനറൽ പെട്രി നെറ്റ് മോഡൽ എന്ന് പറയുന്നത് വെറും ലോജിക്കൽ പ്രോസസ്സ് മാത്രം, ഒരു സിസ്റ്റത്തിന്റെ ലോജിക്കൽ പ്രോസസ്സ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ദ ടൈം ഫാക്ടർ ഇൻ ടു കൺസിഡറേഷൻ. ഓക്കെ, സോ ജനറൽ പെട്രി നെറ്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ലോജിക്കൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ലോജിക്കൽ പ്രോസസ് ഓഫ് ദ സിസ്റ്റം, ബട്ട് timing Petri net model also explains this logical process, along with it describes the timing characteristics. Okay, so timing Petri net model introduces a time factor. ഒരു ജനറൽ പെട്രി നെറ്റ് മോഡലിൽ ടൈമിങ്ങും കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്? അപ്പം ഇനി ഒരു ജനറൽ പെട്രി നെറ്റ് മോഡൽ എന്തൊക്കെയാണ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് ജനറൽ പെട്രി നെറ്റ് മോഡൽ ഇല്ലേ, ജനറൽ പെട്രി നെറ്റ് മോഡലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഒരു ലൊക്കേഷൻ, ഓക്കെ, എൽ, ലെറ്റ് ഇറ്റ് ബി ഒരു എൽ, ഓക്കെ, ലൊക്കേഷൻ, ദെൻ ഒരു ട്രാൻസിഷൻ സെറ്റ് ടി, അതിൻ്റെ ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഓക്കെ, ഐ ആൻഡ് ഒ, ഓക്കെ, ദെൻ എ ടാഗ്, ഓക്കെ, വിൽ കോൾ ദാസ് മ്യൂ. ആക്ച്വലി മ്യൂ എന്ന് പറയുന്നത് ഓക്കെ എം, തൽക്കാലത്തേക്ക് എം എന്നുള്ള രീതിയിൽ എടുത്തത് മ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മ്യൂ, ഓക്കെ, ടാഗ്. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഓരോ ലൊക്കേഷൻ പോയിന്റ്, അതായത് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എവിടെയാണ് ഉള്ളത്. സോ ലൊക്കേഷൻ സെറ്റ്, സോ ഒരു സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ യൂസിങ് എ ജനറൽ പെട്രി നെറ്റ് മോഡൽ. ഇനി ഈ ഒരു സെറ്റ് പല ഇവന്റ്സ് ആയിട്ട് ചേഞ്ച് ഇതുണ്ടാവില്ല, അതായത് ഓരോ ആക്ഷൻസ്, ആ ആക്ഷൻസ് കാണിക്കാൻ വിച്ച് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. ഓക്കെ, ഓൾറെഡി ഉള്ള ഒരു സിസ്റ്റത്തിന്റെ കുറെ ആക്ഷൻ കാരണം ചേഞ്ചസ് വരില്ലേ, അതിനെയാണ് ട്രാൻസിഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ ഐ വിൽ റെപ്രസെന്റ് ആസ് ടി. ഓക്കെ, ഇനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഓരോ സബ് സിസ്റ്റത്തിലും ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും അല്ലേ, റൈറ്റ്? അപ്പം അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ടാഗ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ വെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ സ്പെസിഫിക് ലൊക്കേഷൻ പോയിന്റിന്റെയും ടാഗ് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എ ടാഗ് വിൽ ബി റിമൂവ് ഫ്രം ദ ഇൻപുട്ട്, എന്നിട്ട് പുതിയൊരു ടാഗ് ഈസ് അസൈൻഡ് ഫോർ എവറി ഔട്ട്പുട്ട്. അപ്പോൾ ഒരു പുതിയ ഇൻപുട്ടിൽ ഒരു ടാഗ് കൊടുത്തു, ആ പ്രോസസ്സ് കഴിഞ്ഞു, ഇൻപുട്ട് ഔട്ട്പുട്ടായി മാറി, ഔട്ട്പുട്ടിൽ നിന്ന് പുതിയൊരു ആ ഒരു ഇൻപുട്ടിൽ നിന്ന് പുതിയൊരു
പഴയൊരു ടാഗ് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ടാഗ് ഇടും. റൈറ്റ്, ലൈക്ക് ദാറ്റ്. അപ്പം സംഭവം ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഒരു ടോട്ടൽ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ടൂളാണ് പെട്രി നെറ്റ് മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദിസ് ഈസ് സിമിലർ ടു ഡാറ്റ ഫ്ലോ ഡയഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് ഗ്രാഫിക്കൽ ടൂളാണ് ശരിക്കും. ബട്ട് ഇറ്റ് ഓൾസോ എക്സ്പ്രസസ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഓൾസോ. ഓക്കെ, എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ ലൊക്കേഷൻ, ട്രാൻസിഷൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ടാഗ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് എ പെട്രി നെറ്റ് മോഡലിംഗ് മെത്തേഡ്. അപ്പം ഇതാണ് ശരിക്കും പെട്രി നെറ്റ് മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഇതിൽ എന്തല്ല ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അല്ലെ. എം അല്ലേ, അത് മ്യൂ ആണ്, റെപ്രസെന്റ് ആസ് മ്യൂ. ഓക്കെ ഓക്കെ, ടൈമിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. പക്ഷേ ഒരു ടൈമിംഗ് പെട്രി നെറ്റ് മോഡലിലോട്ട് പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ടാവും, ട്രാൻസിഷൻ ഉണ്ടാവും, input we can represent, output we can represent, this tag as well as we can represent it as എന്ത് ഒരു ടൈം. ഇതാണ് എക്സ്ട്രാ വേണ്ടത്. ഓക്കെ, അതായത് ഒരു ജനറൽ പെട്രി നെറ്റ് മോഡലിൽ ടൈം ഫാക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. that is known as timing Petri net model എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പെട്രി നെറ്റ് മോഡലിംഗ് ഈസ് വൺ ഓഫ് ദ മോഡൽ, ഓക്കെ, വൺ ഓഫ് ദ മോഡലിംഗ് മെത്തേഡ് വിച്ച് ഈസ് എ ഗ്രാഫിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ടൂൾ that describes dynamic characteristics of a distributed system. So it will have a system which can represent the state of the system, which can represent the changes, or due to some actions there will be changes in the system that we can represent. It is known as transitions. By connecting these transitions, നമുക്ക് ഓരോ ട്രാൻസിഷനും കണക്ട് ചെയ്യാൻ പറ്റും by using these arrows. So it has three components like places, transitions and hours. Okay, അപ്പം ഒരു ജനറൽ പെട്രി നെറ്റ് മോഡൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ it can be divided into two types, actually two models. Okay, നേരത്തെയുള്ള ഈ ഗ്രിഡ് ഡിവൈഡ് ചെയ്ത പോലെ സബ് ഡിവിഷൻ അല്ല, രണ്ട് മോഡൽ തന്നെയാണ്. പെട്രി നെറ്റ് മോഡലിംഗിൽ രണ്ട് മോഡൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ജനറൽ പെട്രി നെറ്റ് മോഡൽ വേർ വി ക്യാൻ ഡിസ്ക്രൈബ് ദ ലോജിക്കൽ പ്രോസസ് ഓഫ് ദ സിസ്റ്റം. ഇൻ timing Petri net model, we can describe this logical process system along with time characteristics of the system. Okay, I hope that's clear. ശരിയല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? റൈറ്റ്, ഓക്കെ. ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് മെത്തേഡ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിഷ്വലൈസസ് തിങ്സ് ഇൻ ആൻ ആപ്ലിക്കേഷൻ ബൈ യൂസിങ് മോഡൽസ് ഓറിയന്റഡ് അറൌണ്ട് ഒബ്ജക്ട്സ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ വിഷ്വലൈസിങ് ചെയ്യാൻ പറ്റും. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് വെച്ചിട്ട് നമുക്ക് പല ഒബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ അല്ലെ. OOM എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യുക, അത് അതായത് ആ ഒബ്ജക്റ്റ് തമ്മിലുള്ള മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് സിസ്റ്റം തമ്മിലുള്ള ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് യൂസിങ് മെസ്സേജസ്. ഓക്കെ, റൈറ്റ്? ഓക്കെ, അപ്പം ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രക്ചർ അല്ലേ, ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന്റെ എക്സ്റ്റേണൽ ഫങ്ഷൻസും ഉണ്ടാവും, ഇന്റേണൽ ഫങ്ഷൻസും ഉണ്ടാവും. മോറോവർ ദർ ആർ മെനി ഫാക്ടേഴ്സ് റൈറ്റ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മോർ ഫ്ലെക്സിബിൾ ആക്കിയിട്ട്, അതായത് ചെറിയ ചേഞ്ചസ്, ഒരു ഒബ്ജക്റ്റിൽ വരുന്ന ചെറിയ ചേഞ്ചസ് പോലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദർ ആർ 3 phases ആക്ച്വലി ഫോർ ദിസ്. കൺസിസ്റ്റ് ഓഫ് 3 phases എന്നാണ് പറയുക. ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറയുന്നുണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നുണ്ട്.
ഓക്കെ. അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ഫേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇസ് ഫോർമുലേറ്റഡ് എന്ന് വേണേൽ പറയാം. ഓക്കെ, റൈറ്റ്. അപ്പം എന്താണ് ഒരു എന്റർപ്രൈസിന്റെ റിക്വയർമെന്റ്, എന്താണ് അതിന്റെ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിയൽ വേൾഡ് ഒബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസിൽ നമ്മൾ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് വെച്ചിട്ട് ഒരു നമുക്ക് എന്താണ് പ്രോബ്ലം, ഒരു എന്റർപ്രൈസിന് എന്താണ് പ്രോബ്ലം, ദാറ്റ് വി വിൽ ഐഡന്റിഫൈ, വി വിൽ ഫോർമുലേറ്റ് ഇറ്റ് ആൻഡ് വി വിൽ ക്രിയേറ്റ് എ മോഡൽ. ഓക്കെ, so there are object relation model, object action model and object interaction model. അങ്ങനെ 3 മോഡലാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം അനാലിസിസിൽ വരുന്നത്. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഒരു എൻവയോൺമെന്റുമായിട്ടുള്ള റിലേഷൻ എന്താണ്, ഒരു ഒബ്ജക്റ്റിന് ഡിഫറെന്റ് ആംഗിൾസ് ഉണ്ടാവും, അങ്ങനെ കുറെ ഫീച്ചേഴ്സുകൾ ഡിഫൈൻ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ്, ഒരു ഒബ്ജക്റ്റിന്റെ ഫീച്ചേഴ്സ് ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മളൊരു മോഡൽ ഉണ്ടാക്കി, ആ ഒരു മോഡല് നമ്മുടെ ഒരു റിയൽ വേൾഡ് ഒബ്ജക്ട്സ് വെച്ചൊരു മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് ദോസ് ഫീച്ചേഴ്സ് ഡിഫൈൻസ് ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന ഫേസിൽ. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറയുന്നത് സിസ്റ്റം ഡിസൈനും ഒബ്ജക്ട് ഡിസൈനും ആണ്. അതായത് ടോട്ടൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു, ഒബ്ജക്ട് ഡിസൈൻ ചെയ്യുന്നു. സോ സിസ്റ്റം ഡിസൈനിൽ കംപ്ലീറ്റ് ആർക്കിടെക്ചർ വരും. ഓക്കെ, കംപ്ലീറ്റ് ആർക്കിടെക്ചർ ഓഫ് ദി സിസ്റ്റം വിൽ ബി ഡിസൈൻ. ഓക്കെ, ആൻഡ് ഒബ്ജക്ട് ഡിസൈനിൽ നമ്മൾ ഒരു ഡിസൈനിന്റെ ഫർദർ ഡെവലപ്പിംഗ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇന്റേണൽ ഡീറ്റെയിൽസ് അല്ലെ, ഒരു പർട്ടിക്കുലർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ട് ഡിസൈൻ എന്ന്. സിസ്റ്റം ഡിസൈൻ ആൻഡ് ഒബ്ജക്ട് ഡിസൈൻ. ഓക്കെ, ഒബ്ജക്ട് ഓറിയന്റഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസിൽ we will identify the enterprise problems and then we will create a model, and after that we will do the second phase is that object oriented design. We will include the design of system as well as object. In system design എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഡിസൈഡ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ എന്താ പറയാ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, ഒരു ടോട്ടൽ സിസ്റ്റത്തിന്റെ ഡിസൈൻ. സെക്കൻഡ് വൺ ഈസ് ഒബ്ജക്ട് ഡിസൈൻ. ഒബ്ജക്ട് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് every internal details of an object is being modeled. Okay, അതിന്റെ ഡിസൈൻ ഒരു മോഡൽ, ഒരു ഡിസൈൻ മോഡൽ എന്നുള്ള രീതി. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. And the last one is object oriented implementation and testing. Okay, അപ്പം കറക്റ്റ് ആയിട്ടുള്ള കോഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂൾസും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത മോഡൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത അല്ലെ ഡിസൈൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്തത് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മളൊരു ഡിസൈൻ മോഡലായിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പം എറേഴ്സും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യാൻ വേരിയസ് ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യുന്നു. ആ ഒരു ഫേസ് ആണ് ശരിക്കും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. So there is object oriented system analysis, object oriented design and object oriented implementation and training. So testing, okay, training alla testing aanu, testing and training. Okay, whatever it is. Okay, object oriented testing എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യത്തേൽ നമ്മൾ ടോട്ടൽ സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു. We will create a real world object model. അല്ലെ, ഓരോ ഒബ്ജക്റ്റിന്റെ വേരിയസ് ഫീച്ചേഴ്സ് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു. ഈവൻ ദ ഒബ്ജക്റ്റ് വേരിയസ് ഇന്റേണൽ ഡീറ്റെയിൽസ്
ഇന്റേണൽ ക്ലാസ് ഡീറ്റെയിൽസ് ബീങ് ഡെവലപ്ഡ്. അതിനുശേഷം നമ്മൾ അതിനെ അപ്രോപ്രിയേറ്റ് കോഡ് ആൻഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ഒരു മോഡലാക്കി മാറ്റും. ഓക്കെ, ബൈ റിമൂവിങ് സം എറേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് മെത്തേഡ്. ഓക്കെ, അതായത് 3-4 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് IDEF എന്ന് പറയുന്ന ഫാമിലി. ഓക്കെ, IDEF ഫാമിലി വേർ ഫങ്ഷൻ, അല്ലെ, ഫങ്ഷൻ ഇൻഫോർമേഷൻ അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റഗ്രേറ്റഡ് CAM, അല്ലെ, ഇന്റഗ്രേറ്റഡ് ഡെഫിനിഷൻ, അല്ലെ, അങ്ങനല്ലേ പറഞ്ഞേ, റൈറ്റ്, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ, അല്ലെ, ICAM എന്ന് പറയുന്നത്, അതൊരു ടൈപ്പ്. ദെൻ ഗ്രാഫ്സ് റിസൾട്ട്സ് അനാലിസിസ് എന്ന് പറയുന്നത് GRAI എന്ന് പറയുന്ന ഒരു മോഡൽ. ദെൻ യു കം പ്ലേസ് ആൻഡ് ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് മെത്തേഡ്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ലൈഫ് സൈക്കിളിന്റെ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിളില്ലേ, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാവാം, വി ഹാവ് എ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവാം, അല്ലെ, അതിന് ഇവാലുവേഷൻ ഉണ്ടാവാം, പ്രൊഡക്ഷൻ ഉണ്ടാവാം, ദെൻ യു ഹാവ് എ quality testing, maintenance and services, at last with allocation of incomes, right? അപ്പം ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന പല കാര്യങ്ങളെയും ഇവാലുവേറ്റ് ചെയ്ത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന് ഒരു ഫങ്ഷൻ ആക്കി, ഒരു ജനറലൈസ്ഡ് മോഡലാക്കി മാറ്റി എഴുതാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ജനറൽ ആർക്കിടെക്ചർ ഓഫ് ദ ഹോൾ സിസ്റ്റം, ഓക്കെ, ഹോൾ സിസ്റ്റം can be related to each other. Okay, അതായത് ഒന്നിലധികമോ എലമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാകും, that will be interrelated. Okay, correlations ഉണ്ടാകും. ഒരു generalized model is provides analysis foundation for the requirement of the accessibility, stability and controllability of the system എന്നാണ് പറയുന്നത്. ഓക്കെ, സോ DM is that. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 മോഡൽസ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓർഗനൈസേഷൻ മോഡൽ, ഇൻഫോർമേഷൻ മോഡൽ, ഫങ്ഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സിലബസ് കഴിച്ചു. ഇതിൽ ലാസ്റ്റ് ഒരു പാർട്ട് ഉണ്ട്, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറേ സബ്ജക്ട്സുകളുണ്ട്, അതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 6th മോഡ്യൂൾ കഴിയും. അപ്പം ഓർഗനൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ റിലയബിലിറ്റി, അല്ലെ, ഹൈ എഫിഷ്യൻസി ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനത്തെ സ്റ്റെബിലിറ്റി, അല്ലെ, സ്റ്റെബിലിറ്റി. ഇപ്പൊ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി, ഹൈ എഫിഷ്യൻസി, ഈ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷൻ മോഡൽ, ഒരു സ്ട്രക്ചർ ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ, സോ അതിൻ്റെ കീ എലമെന്റ്സ് എന്തെന്ന് പറയുന്നത്, കീ എലമെന്റ്സ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേ പറ്റും. ഓക്കെ, റൈറ്റ്. അപ്പം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോഡലിന്റെ എക്സാമ്പിൾ ആണ് ഒരു ഓർഗനൈസേഷൻ മോഡൽ ഓഫ് എ DM സിസ്റ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് എ 2-layer ഓർഗനൈസേഷൻ മോഡൽ, 2-layer ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോഡൽ എന്നാണ് പറയുന്നത്. ഒരു 2-layer ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോഡലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ഒരു ഫിഗർ കാണുന്നില്ല? ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് നീഡ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ബട്ട് ആൻഡ് വി ഷുഡ് കൺസ്ട്രക്ട് ഇറ്റ്
with the key elements. Okay, key elements and the operation characteristics of DM system. സോ അതെങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മോഡേൺ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അതിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം. സോ ദ കോർ കമ്പോസിങ് എലമെന്റ്സ് ഓഫ് എ DM സിസ്റ്റം എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ നോളജ് നെറ്റ്വർക്ക്, പേഴ്സണൽ നോളജ് ആൻഡ് നെറ്റ്വർക്ക്, ഇത് മൂന്നുമാണ് കോർ കമ്പോസിങ് എലമെന്റ്സ് ഓഫ് എ DM സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, കോർ കമ്പോസിങ് എലമെന്റ്സ് ഓഫ് എ DM സിസ്റ്റം ആർ പേഴ്സണൽ നോളജ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പം ഇത് കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞ മോഡേൺ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എഫിഷ്യൻസി, സ്റ്റാബിൾ ഓപ്പറേഷൻ, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാണുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഓർഗനൈസേഷൻ മോഡൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു 2 ലെയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോഡലാണ് കാണുന്നത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ലൈക്ക് ACT കാണുന്നില്ലേ, ACT ഓൾട്ടർനേറ്റീവ് കോമ്പീറ്റൻസ് ടീം. യു ക്യാൻ സീ ലൈക്ക് റൈറ്റിൽ ഒരു സാധനം കാണുന്നില്ലേ, റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ഓൾട്ടർനേറ്റീവ് കോമ്പീറ്റൻസ് ടീം, ACT. റൈറ്റ്, ഓക്കെ. അപ്പം നമ്മള് ഒരു വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസിന്റെ ആളാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദ സ്പോൺസർ ഓഫ് ദീസ് അലയൻസ് വിൽ സെലക്ട് ദ കാൻഡിഡേറ്റ്സ് കറക്റ്റായിട്ടുള്ള മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിലൂടെ, കറക്റ്റായിട്ടുള്ള ഇവാലുവേഷനിലൂടെ, ഓക്കെ, പൂറായിട്ടുള്ള കോമ്പറ്റൻസ് ഇവാലുവേഷനിലൂടെ കാൻഡിഡേറ്റ്സിന് ഇവർ സെലക്ട് ചെയ്യും. ഓക്കെ, then these candidates are divided into different teams. ഓരോരുത്തർക്കും ഓരോരോ കോർ കോമ്പറ്റൻസിലായിരിക്കും താല്പര്യം ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ചില ആൾക്കാർ സിസ്റ്റം അനാലിസിസിലായിരിക്കും താല്പര്യം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഡിസൈനിങ്ങിലായിരിക്കും താല്പര്യം ഉണ്ടാവും. സോ ഇറ്റ് ഡിഫേഴ്സ്. സോ അക്കോർഡിംഗ് ടു ദ കാൻഡിഡേറ്റ്സ് capability, this has been divided into different teams. Okay, then one or more candidates are being selected by each sub-task from each team. ഓരോ ടീമിൽ നിന്നും നമുക്ക് we will get different 2 or more candidates അല്ലേ. അതാണ് ACT എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് കോമ്പറ്റൻസ് ടീം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. സോ അതെങ്ങനെ വെർച്വൽ അഫെയർ കോപ്പറേറ്റീവ് സെന്ററുമായിട്ട് ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എയർ ഇട്ട് വെച്ച് കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, WACC എന്ന് പറയുന്നത്, അതായത് വെർച്വൽ അഫെയർസ് കോപ്പറേറ്റീവ് സെന്റർ എന്നാണ് പറയുക. ഓക്കെ, അതൊരു മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സെന്റർ ആണ്. അതായത് അതാണ് നമ്മുടെ ഹയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണേൽ പറയാം. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു 2 ലെയേഴ്സ് ആണ്, ഫസ്റ്റ് അല്ലെ, ബേസിക് ലെയറും അതിന്റെ മേലെയുള്ള ലെയർ. ഓക്കെ, ബേസിക് ലെയർ ആൻഡ് ദർ ഇസ് എ അപ്പർ ലെയർ അല്ലെ. അപ്പൊ ഈ അപ്പർ ലെയർ എന്നുള്ളതാണ് നമ്മൾ ഈ വെർച്വൽ അഫെയർസ് കോപ്പറേറ്റീവ് സെന്റർ VACC എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസ്. അപ്പോൾ നമ്മൾ ടോട്ടലി വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസിന്റെ സ്പോൺസേഴ്സ് കാൻഡിഡേറ്റ്സിനെ ബിഡ് ചെയ്യും. അവരെ ഇവാലുവേഷൻ, കോർ കോമ്പറ്റൻസ് ഇവാലുവേഷൻ നോക്കി ബിഡ് ചെയ്യുന്നു. അവരെ നമ്മൾ ഡിഫറെന്റ് ടീംസ് ആയിട്ട് അവരെ കോർ കോമ്പറ്റൻസ് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വി വിൽ മേക്ക് ഇറ്റ് സബ് ഡിവിഷൻസ് അല്ലെ. റൈറ്റ്? അതെ സർ. These teams are dissolved. അപ്പോൾ ഒരു പർട്ടിക്കുലർ വർക്ക് ടീം ഉണ്ടാവും വിചാരിച്ചു. ദ വർക്ക് ടീം വളരെ ഒപ്റ്റിമൽ ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ള വർക്ക് ടീം. ഓക്കെ, VWT അതായത് വിർച്വൽ വർക്കിംഗ് ടീം എന്നാണ് അതിന് പറയാം. ഓക്കെ, വിർച്വൽ വർക്കിംഗ് ടീം എന്ന് പറയാം. ഓക്കെ, അപ്പം ദിസ് ടീം will have some tasks according to requirements. Okay, ഓരോ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് ഓരോ ടാസ്ക് ഇവർക്ക് കൊടുക്കും. അപ്പം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിസോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ടാസ്ക്
കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീം പൊളിച്ചിട്ട് അടുത്ത ടീം വയ്ക്കും അക്കോർഡിംഗ് ടു ദ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടാസ്ക് എന്നനുസരിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തൊരു ടീം ആക്കിയിട്ട് ഒരു ഒപ്റ്റിമൽ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. ദാറ്റ്സ് വെർച്വൽ വർക്കിംഗ് ടീം. ഓക്കെ, സോ ACT ആൻഡ് VWT ഇത് ഒരു ലെയറാണ്. ഓക്കെ, വൺ ലെയർ. 2-layer organization structure എന്നാണല്ലോ പറഞ്ഞാൽ, this is the one layer of the organization structure. The next one is that I am telling about this management department. Okay, അതായത് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ വെർച്വൽ മാനുഫാക്ചറിംഗ് അലയൻസ്, ദാറ്റ് ഈസ് VACC, വെർച്വൽ അഫയേഴ്സ് കോപ്പറേറ്റീവ് സെന്റർ. ഓക്കെ, സോ ഇതാണ് ദിസ് സെന്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേഷൻ, മോണിറ്ററിംഗ്, ഗൈഡൻസ്. ഓക്കെ, അതായത് താഴെയുള്ള VWTയും ACTയും അതായത് ഫസ്റ്റ് ലെയർ ടീംസിനെ കോർഡിനേറ്റ് ചെയ്യാനും മോണിറ്ററിങ് ചെയ്യാനും ഗൈഡൻസ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് VACC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ, ദിസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് internal and external networks. Okay, right? ഒരു ടാസ്ക് ഉണ്ട് വിചാരിക്കുക, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ VWT എന്ന് പറയുന്ന സാധനം ഡിസോൾവ് ചെയ്യും. ഓക്കെ, അടുത്ത ഒരു ടാസ്കിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പുതിയ VWT ഫോം ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ മോഡൽ സ്ട്രക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ പ്രോസസ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് ഓപ്പറേഷൻ പ്രോസസ് ഓഫ് എ വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പല മോഡലിംഗ് മെത്തേഡ്സിൽ പല ഷേപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ഡയഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ റൈറ്റ്. അപ്പം ഓർഗനൈസേഷൻ മോഡലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ ഓപ്പറേഷൻ പ്രോസസ് ഓഫ് വെർച്വൽ മാനുഫാക്ചറിംഗ് അലയൻസ് ഓർഗനൈസേഷൻ. വെർച്വൽ മാനുഫാക്ചറിംഗ് അലയൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തത് അല്ലെ. സോ ഓരോ ഓർഗനൈസേഷൻ മോഡലിലും ഈ സാധനങ്ങൾ ഉണ്ടാവും, റൈറ്റ്? വെദർ ഇറ്റ് ബി 3-layer 2-layer whatever it is, റൈറ്റ്? സോ ഒരു 2-layer ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോഡലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓർഗനൈസേഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു വെർച്വൽ അഫെയർ, അതായത് ഒരു VACC ഉണ്ടാവും, then we will have a virtual working team and an alternative competence team. ACT and VWT will be there. Okay, അപ്പം ഇതിന്റെ ടോട്ടൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ദ കോർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ വിൽ ബി സെലക്ടിങ് ദിസ്, അല്ലെ? കോർ കോമ്പറ്റൻസ്, അതാണ് അതിന്റെ ഒരു ഓർഡർ ആണ് നിങ്ങൾ കാണുന്നത്. അതെ, ആദ്യം കോർ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഫസ്റ്റ് വൺ. So they will select some candidates by using core competence, like evaluation ചെയ്യും അല്ലെ, with the organization evaluation ചെയ്യും by considering the factor of market demand and opportunity. Okay, then after that we will select ACT. ACT എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ ഇപ്പൊ ഇത്രയും ആൾക്കാരെ വെച്ച് കുറച്ച് ആൾക്കാരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 ടീമാക്കി, അതിനെയാണ് നമ്മൾ എന്താണ് സബ് ടാസ്ക്, ഓരോ ടീംസിനും ഓരോ സബ് ടാസ്ക് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ACT എന്ന് വിളിച്ചത് അല്ലെ, ഓൾട്ടർനേറ്റീവ് കോമ്പറ്റൻസ് ടീം എന്ന് വിളിച്ചത്. സോ ACT സെലക്ഷൻ ദാറ്റ് വി വിൽ ബി ഡൂയിങ് ബൈ ഡിഫറെന്റ് മാനുഫാക്ചറിങ് ടാസ്ക് ഡീകമ്പോസ് അല്ലെ. മാനുഫാക്ചറിങ് ടാസ്ക് ഡീകമ്പോസ് എന്ന് പറയുന്നത് ഇവിടെയാണ് സംഭവിക്കുന്നത്, ACTയിലാണ് സംഭവിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് വിൽ ഡു വെർച്വൽ വർക്കിംഗ് ടീം അല്ലെ, വെർച്വൽ വർക്കിംഗ് ടീം സെലക്ഷൻ അല്ലെ. അതിൽ നിന്ന് ഈ ഇത്രയും സെലക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് നമ്മളെ ടാസ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് സ്റ്റേജസിൽ നമ്മൾ ടെമ്പററി ആയിട്ട് വെക്കുന്ന ഒരു ടീമാണ് നമ്മുടെ അല്ലെ VWT എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. സോ
PWD സെലക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ VACC എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റേജ് വേർ കോർഡിനേഷൻ, മോണിറ്ററിംഗ് ആൻഡ് എക്സെട്ര ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ടാസ്ക് ഷെഡ്യൂളിംഗ് ആൻഡ് റിസ്ക് കൺട്രോൾ, ദെൻ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ മെയിൻ്റെനൻസ്, ദെൻ അലയൻസ് ഡിസോൾവർ, റീ എഞ്ചിനീയർ. ഇതാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ലൈക്ക് വെർച്വൽ വർക്കിംഗ് ടീം എന്ന് പറയുന്നത് VACC ആയിട്ട് എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഇസ് ടാസ്ക് ഷെഡ്യൂളിംഗ്, റിസ്ക് കൺട്രോൾ. ഓക്കെ, ഇനി ACT എന്നുള്ളതാണ് ശരിക്കും VACC ആയിട്ട് കണക്ഷൻ വരുന്നത് ശരിക്കും മെമ്പർ സെലക്ഷനിലാണ് അല്ലെ. സോ അലയൻസ് റീ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പൊ രണ്ട് ലെയറുമായിട്ട് എങ്ങനെ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ വൺ ലെയർ, ഫസ്റ്റ് ലെയർ ആൻഡ് സെക്കൻഡ് ലെയർ, റിലേഷൻ ബിറ്റ്വീൻ 3 ഡിഫറെന്റ് തിങ്സ്. ഓക്കെ, 3 ഡിഫറെന്റ് പാർട്സ് അല്ലെ. ഒരു മോഡലിന്റെ 3 ഡിഫറെന്റ് പാർട്സിന്റെ റിലേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഇത്. ടോട്ടൽ ഓപ്പറേഷൻ കാണിക്കുന്നതാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഇത് രണ്ടും പഠിക്കണം. ഓക്കെ, റൈറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ അടുത്ത 2 മോഡൽസ് കൂടി പറഞ്ഞിട്ട്, അതായത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സാൻസിന്റെ മോഡൽസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അതുകൂടി എടുക്കാനുള്ളൂ. ഓക്കെ സാർ. ഒരു മിനിറ്റ്, അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ.